ഹായ് എവരി വൺ. ആലപ്പുഴ ജിംഖാന പടം കണ്ടു. എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾ ടോം ആൻഡ് ജെറി ഒക്കെ കാണൂലേ, അതുപോലത്തെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ടോം ആൻഡ് ജെറി, ഈ ഒരു എക്സാക്ട് ടോം ആൻഡ് ജെറി മൂവി, കാർട്ടൂൺ അല്ലാന്നേ ഉള്ളൂ, കുറച്ച് മനുഷ്യന്മാരാണ് അഭിനയിച്ചത്. ഖാലിദ് റഹ്മാൻ ഡയറക്റ്റഡ് ബൈ ആൻഡ് നസ്ലിൻ ലീഡ് റോൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നസ്ലിൻ. എല്ലാവർക്കും ഇപ്പോൾ ഇഷ്ടമാണ് നസ്ലിൻ, പ്രേമലു ഫെയിം. നല്ല നല്ല സിനിമകൾ ഈ എന്താ പറയുക, നമ്മുടെ ഈ പൃഥ്വിരാജിൻ്റെ കൂടെയുള്ള നമ്മുടെ നല്ല സിനിമയാണ് അത്. എന്താണ് പടത്തിൻ്റെ പേര് കിട്ടുന്നില്ല. എന്തായാലും നല്ല ക്വാളിറ്റി വൈസ് ഉള്ളൊരു നടനാണ് നമ്മുടെ നസ്ലിൻ. അതായത് കോമഡി നല്ല രീതിയിൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടറാണ് നസ്ലിൻ. അതേപോലെ തന്നെ ഖാലിദ് റഹ്മാൻ. നമ്മൾ ഖാലിദ് റഹ്മാനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ക്വാളിറ്റി, അതായത് ഈ ഒരു പടത്തിൽ നമ്മൾ ക്വാളിറ്റി പ്രതീക്ഷിച്ചിട്ടായിരിക്കും നമ്മൾ പോവുക. പക്ഷേ നമ്മൾ ഉണ്ട അല്ലെങ്കിൽ ഖാലിദ് റഹ്മാന്റെ തല്ലുമാല, ഈ രണ്ട് പടങ്ങളോട് കിടപിടിക്കാനൊന്നും ഈ ഒരു സിനിമ എത്തിയിട്ടില്ല. ഒന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അടിയായാലും ബോക്സിംഗ് ആയാലും അതിൻ്റെ ഒരു ഫ്രെയിം കാര്യങ്ങളൊക്കെ ഓക്കെ, ഐ ലൈക്ക് ഇറ്റ്. ബട്ട് ഒന്നും എവിടെയോ കണക്ഷൻ. ലുക്മാൻ അവറാനൊക്കെ ഒരു റോള് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ബ്രില്യൻ്റ് ആയിട്ട് തല്ലുമാലയിൽ കണ്ടതാണ്. എത്ര ബ്രില്യൻ്റ് ആയിട്ട് കൈകാര്യം ചെയ്യുന്നൊരു ആക്ടറാണ് ലുക്മാനൊക്കെ. വെറുതെ മസിലും പിടിച്ചിട്ട് വളരെ അരോചകമായിട്ട് തോന്നുന്ന രൂപത്തിലാണ് ലുക്മാൻ അവറാനൊക്കെ ഇത് കൈകാര്യം ചെയ്തിട്ടുള്ളത്. എൻ്റെ പടച്ചോനെ, എന്ത് പറയാനാണ്. ഫുൾ ഒരു ഡാർക്ക് ഇരുന്ന് അരോചകമായിട്ട് മനുഷ്യൻ ഇന്നലെ കഷ്ടപ്പെട്ടു പോയി തിയേറ്ററിൽ. ഒരു നല്ലൊരു സംഭവം ഒന്നും ഈ പടത്തിൽ നിന്ന് കിട്ടാൻ പ്രതീക്ഷയില്ല. കാരണം ഇത് അങ്ങനത്തെ ഒരു മൂവിയാണ്. കാരണം വെച്ചാൽ എവിടേക്കൊക്കെ എന്തൊക്കെയോ ഒന്ന് ഒപ്പിക്കണം എന്ന് ഖാലിദ് റഹ്മാൻ ഇങ്ങനെ ഒരു ബോക്സിങ്, എന്തോ ഒരു മൈക്ക് ടൈസന്റെ അല്ലെങ്കിൽ മുഹമ്മദ് അലീൻ്റെ ഒക്കെ എന്തോ ഒരു സൈഡ് കണ്ടപ്പം തോന്നിയതായിരിക്കും ഒരു ബോക്സിങ് പടം എടുക്കാമെന്ന്. നസ്ലിനൊന്നും ഒരിക്കലും ആപ്റ്റ് ആവില്ല ഈ ഒരു റോള്. കാരണം നസ്ലിൻ എന്നൊക്കെ പറയുന്നത് ആ രൂപത്തിൽ ഒരു ഒരു ഹ്യൂമർ കഥാപാത്രത്തിലേക്കൊക്കെ നിൽക്കുകയാണെങ്കിൽ, ഒരു ലീഡ് റോളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നസ്ലിൻ ഓക്കെ. പ്രേമലു എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു പടമാണ് പ്രേമലു. എനിക്ക് എവിടെയൊക്കെ വളരെയധികം അരോചകമായിട്ട് തോന്നിയിട്ടുള്ള ഒരു മൂവിയാണ് പ്രേമലു. എനിക്ക് പിന്നെ നസ്ലിൻ്റെ ഹ്യൂമർ സെൻസ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര, നസ്ലിൻ്റെ ഒരു എന്താ പറയുക, നമ്മുടെ ഡയലോഗ് റെപ്രസെൻറ്റേഷൻ ആയി കഴിഞ്ഞാലൊക്കെ ബെസ്റ്റാണ്. പക്ഷെ അങ്ങനത്തെ സാധനം കൊടുക്കണം, അങ്ങനത്തെ ഡയലോഗ് ഡെലിവറി പ്രസൻറ്റേഷൻ കിട്ടുന്ന നല്ല രീതിയിലുള്ള ഒരു സംവിധായകൻ്റെ കയ്യിൽ കിട്ടിയാൽ ഓക്കെ, നമ്മുടെ നസ്ലിനൊക്കെ നമുക്ക് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ഖാലിദ് റഹ്മാൻ അതൊട്ടും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലായത്. പിന്നെ വിഷ്ണു വിജയ് മ്യൂസിക് ഡയറക്ടർ, എവിടേക്കൊക്കെ എന്തൊക്കെയൊക്കെ ഒപ്പിച്ചു എന്നല്ലാതെ വലിയ രീതിയിലൊന്നും വിഷ്ണു വിജയ്ക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും പ്രൊഡക്ഷൻ ഖാലിദ് റഹ്മാൻ, ഡയറക്റ്റഡ് ബൈ ഖാലിദ് റഹ്മാൻ, സ്ക്രീൻ പ്ലേ ബൈ ഖാലിദ് റഹ്മാൻ, എല്ലാം ഖാലിദ് റഹ്മാൻ. അപ്പം ഒപ്പിച്ചു കൂട്ടിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഈ ഒരു പടത്തിന് വലിയൊരു എൻജോയ്മെന്റ് ഉണ്ടായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ എന്തായാലും വിഷുവൊക്കെ അല്ലേ, വിഷുവൊക്കെ പോയിട്ട് ഒരു ജിംഖാന അല്ലെങ്കിൽ ഒരു ബോക്സറിങ് പോയിട്ട് എല്ലാവരും ആസ്വദിക്കാൻ പറ്റുമെങ്കിൽ ആസ്വദിക്കാം. ഇഷ്ടപ്പെടുന്നവരുണ്ട്. ബുക്ക് മൈ ഷോയിലൊക്കെ നല്ല നിറഞ്ഞ് ഒഴുകുന്നുണ്ട് ബുക്കിംഗ് ഒക്കെ. എന്തായാലും എല്ലാ ഫാമിലി ആയിട്ട് പോയിരുന്ന് കാണുക, കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെടുക. എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഈ കാര്യങ്ങളൊക്കെ. എന്തായാലും നസ്ലിൻ നിന്ന് ഒരിക്കലും നമ്മുടെ മമ്മൂക്കയുടെ ലാലേട്ടൻ്റെ കൂടെ ഒന്നും നമ്മൾ കമ്പയർ ചെയ്യാതെ എങ്കിലും മലയാളികൾ ചെയ്യുക. അത് പുതുമുഖമാണ്, നമ്മൾ അംഗീകരിക്കുന്നു, പുതുമുഖമാണ്, കഴിവുള്ള നടനാണ്. പക്ഷേ എമ്പുരാന്റെ കൂടെയും ബസൂക്കന്റെ കൂടെയൊക്കെ നസ്ലിൻ വന്ന് അഴിഞ്ഞാടാൻ പോവാന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ കുറച്ച് ഓവറല്ലേ. അത്രത്തോളം ഒരു ഹൈപ്പൊക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? വരിക, പൊളിക്കുക, പോവുക, അത് മാത്രം ചെയ്താൽ പോരെ. അതായിരുന്നു ചെയ്യേണ്ട കാര്യം. ഈ ജിംഖാനൊക്കെ അതായിരുന്നു നല്ലത്. പക്ഷെ ജിംഖാനൊക്കെ വളരെ ഹൈപ്പ് കൊടുത്തുകൊണ്ട് നമ്മൾ ഈ ഒരു പോസ്റ്ററിൽ, അതായത് ഈ പടം റിലീസിന് മുമ്പ് പോസ്റ്ററിലൊക്കെ നമ്മൾ നസ്ലിന്റെ ഓരോ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ പറയുമ്പോൾ അങ്ങനെ നമ്മൾ വിചാരിച്ചു പോലും അല്ല, ഒരു ദങ്കലിനൊക്കെ വേണ്ടി നമ്മൾ അമീർ ഖാനൊക്കെ, അതേപോലെ ഗജനിക്ക് വേണ്ടി നമ്മൾ സൂര്യ ചെയ്ത പോലെയൊക്കെ ഒരു ബോഡി പാക്കപ്പ് ഒക്കെ കണ്ടപ്പോൾ വിചാരിച്ചു ഇതൊക്കെ ഒരു സീരിയസ് അടിപൊളി പടമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അതൊന്നുമല്ല, ഒരു ലുട്ടാപ്പി അല്ലെങ്കിൽ ഒരു മായാവി കഥ വായിക്കുന്നത് പോലെ എനിക്ക് തോന്നി.
കോമഡി ഒന്നും തീരെ വർക്കൗട്ടല്ല. വല്ലാത്തൊരു അരോചകപ്പെടുത്തുന്ന കോമഡി. എവിടെയും കണക്ട് ആകാൻ പറ്റില്ല. നെസ്റ്റിന് സ്കോറേ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെയും എനിക്ക് ഇഷ്ടപ്പെട്ട റോൾ നമ്മുടെ ഗണപതി ചെയ്തിട്ടുള്ള നല്ല റോളാണ്. ഗണപതി ആ വൃത്തിയിൽ അത് ചെയ്തു പോയിട്ടുണ്ട്. ലുക്മാന് കൊടുക്കാതിരിക്കുന്നതായിരുന്നു ബെറ്റർ. ലുക്മാനൊക്കെ അരോചകം മാസിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ എന്തിനാണ് അയാൾ അഭിനയിക്കുന്നത് അയാൾക്ക് തന്നെ അറിയില്ല. അയാൾ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് കേട്ട് ഖാലിദ് റഹ്മാൻ എന്താണോ വേണ്ടത് അത് പിഴിഞ്ഞെടുക്കുന്നു. ഒന്നും പിഴിഞ്ഞെടുത്തിട്ടില്ല. ഇങ്ങനെ മസിൽ പിടിച്ച് വെക്കാൻ ഏതൊരാളെ കൊണ്ടും പറ്റും. ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ലുക്മാനിന്. എന്തായാലും പോയി കാണുക. വല്ലാത്തൊരു പടമായിരുന്നു, വല്ലാത്തൊരു സംഭവമായിരുന്നു. ഒന്നും വർക്കൗട്ട് ആയില്ല. ഇറ്റ്സ് എ ബാഡ് മൂവി.